വേസ്റ്റായിട്ട് കിടന്നാൽ പോലും ഞാൻ ചവിട്ടത്തോ എടുക്കത്തോ ഒന്നുമില്ല. എടുത്ത് നമ്മൾ മാറ്റിയെടുത്തുള്ളൂ. അത്ര സത്യമുള്ള സാധനമാണ് ഈ വെറ്റില്ല എന്ന് പറഞ്ഞാൽ. ആനയെ വിറ്റ ചന്തയായിരുന്നു. ഒരു 150 ആട് 160 ആടൊക്കെയാ വരുന്നത്. കച്ചവടക്കാരെ ബിസിനസ്സുകാരെ എല്ലാവരും വന്ന് ആടിനെ വാങ്ങിച്ചുകൊണ്ട് പോകും. ഇത് കേടായി പോയാൽ മൊത്തത്തിൽ പോകും, അങ്ങനെ പരാജയത്തു. ഇതാണ് എൻ്റെ ആദ്യം അടിക്കുന്ന ഒരാടെ. കർഷകയാണല്ലേ ശരിക്കും നിങ്ങളല്ലേ? അല്ല ചായക്കടക്കാരുടെ അഴിമതി. അത് തന്നെ. അങ്ങനെ പൊളിച്ചേക്കണം നമുക്ക്. നോക്കൂ. നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഇന്നത്തെ തലമുറ ആസ്വദിക്കാതെയും നാളത്തെ തലമുറ അറിയാതെ പോവുകയും ചെയ്യാതിരിക്കാൻ ഒരു സമ്പ്രദായത്തെ, ഒരു സുന്ദരകാലത്തിന് നീക്കിയിരിപ്പിനെ അടയാളപ്പെടുത്തുകയാണ് ഇന്ന് ഷൈൻ സി കോർണർ. തൻ്റെ പ്രതാപകാലത്തിൻ്റെ 7 ഇരത്ത് പോലും ഇല്ലാതിരിക്കുകയും ഒരു കാലത്ത് ചങ്ങനാശ്ശേരി കഴിഞ്ഞാൽ ഏറ്റവും രണ്ടാമത്തെ ചന്തയായി വിരാജിക്കുകയും ചെയ്ത പറക്കോട് അനന്തരാമപുരം മാർക്കറ്റിലാണ് നാം ഇപ്പോൾ നിൽക്കുന്നത്. തൻ്റെ ഗതകാല പ്രൗഢിയുടെ അവശേഷിപ്പുകളിലൊന്നായി ഇന്ന് ഈ വെറ്റില ചന്ത മാത്രമാണ് അവശേഷിക്കുന്നത്. ഓർമ്മകൾക്കെന്ത് സുഗന്ധമെന്നും അത് ആത്മാവിൻ്റെ നഷ്ടസുഗന്ധമാണെന്നും കവി പാടിയിട്ടുണ്ട്. നാം ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരം കാഴ്ചകളെ നാം കണ്ടില്ലെന്ന് നടിച്ചാൽ അത് നമ്മുടെ ആത്മാവിനെ നഷ്ടപ്പെടുത്തുന്നതിന് തുല്യമായിരിക്കും. കുറഞ്ഞ ശരാശരി ഒരു 50 രൂപയ്ക്ക് മേളിലെങ്കിലും സ്ഥിരമായിട്ട് നിന്നാൽ കർഷകർക്ക് എന്തെങ്കിലും കാരണം ഈ 500 കൂടെ കൂടുതൽ ഇടുമ്പോഴേ അതിന് ജോലിക്കൂലി, അതിൻ്റെ ഈറയുടെ മറ്റുള്ള കാര്യങ്ങൾ, ഇതിൻ്റെ വളർത്തുന്നതിന് തന്നെയല്ല ഒരാൾ സ്ഥിരമായിട്ട് അതിന് നിൽക്കണം. ആ ഇടുന്ന ആൾ നിൽക്കണം. അയാൾ വേറെ പണിക്ക് പോയ ഡെയിലി 1000 രൂപ 50 രൂപയ്ക്ക് വാങ്ങി താഴോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കയ്യിൽ നഷ്ടമായിരിക്കും. 50 രൂപ വല്ലപ്പോഴേ ഈ വില ഒരു കയറ്റം വരുത്തുള്ളൂ. അതൊന്ന്. പിന്നെ കുടികൾക്കുള്ള അസുഖങ്ങൾ, ചിലതരം ഫംഗസ് മുതലൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു വർഷത്തിനുള്ളൊന്നും കൂടി നിൽക്കത്തില്ല. ഒരു വർഷം തന്നെ കഷ്ടിച്ച് നിൽക്കത്തില്ല. പിന്നെ അതുപോലെ ചിലവല്ലേ. പിന്നെ അതുകൊണ്ട് നല്ല ഈ വറ്റക്കുടി കൃഷി തുടങ്ങുന്നതിന് തന്നെ നല്ലൊരു ചിലവാണ്. ഭൂമി ഒരുക്കി നല്ല രീതിയിലാക്കി അതിന് വേണ്ടതെല്ലാം ഒരുക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് നല്ല ഒരു 6 മാസം കഴിയാവുന്ന അതിനകത്ത് നമുക്ക് ശരിയായിട്ട് ആദായം കിട്ടാൻ തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ അതേപോലെ നമ്മൾ കുഞ്ഞുങ്ങളെ നോക്കുന്ന പോകണക്കാരം നോക്കണം. പക്ഷെ വില സ്ഥിരത ഇല്ലാത്തത് വലിയൊരു വിഷമം ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും. ഇതിനകത്ത് ചിലപ്പം 10 രൂപ, ചിലപ്പോൾ 8 രൂപ, ചിലപ്പം 120 രൂപ വരും, ചിലപ്പോൾ 150 രൂപ വരും. അങ്ങനെയൊക്കെ വരാറുണ്ട്. അത് വളരെ കുറച്ച് ദിവസമേ നിൽക്കത്തുള്ളൂ. വിലയൊക്കെ ഉണ്ടോ? കുഴപ്പങ്ങളൊന്നുമില്ല. സംഭാഷണം പിടിക്കുക. പറഞ്ഞോ, എന്താ മുറുക്കാനടിക്കുക? നമുക്ക് വലിയ കാര്യങ്ങളൊന്നുമില്ല ചങ്ങാതി. നമുക്ക് ജീവിതത്തിന് വലിയ പ്രയാസമൊന്നുമില്ല. ജോലി ചെയ്യുന്നോണ്ട് ജീവിക്കാം. അത്രേ ഉള്ളൂ. വലിയ സമ്പാദ്യമൊന്നുമില്ല. പിന്നെ എത്ര നാളായിട്ട് ഇവിടെ വരുന്നുണ്ട് രണ്ടുപേരും? 33 കൊല്ലം ഇവിടെ കാളവണ്ടി തുടങ്ങുന്നത്. പിന്നെ അന്ന് കാളവണ്ടിയൊക്കെ ആയിരുന്നല്ലേ? 33 കൊല്ലം കാളവണ്ടി ഈ മാർക്കറ്റ്. അന്നത്തെ മാർക്കറ്റ് ഇന്നത്തെ മാർക്കറ്റ് തമ്മിലുള്ള അന്ന് എന്തോ ആയിരുന്നു വറക്കോട്ടിന്ന് പറഞ്ഞാൽ ഒന്നും പറയണ്ട. ഇപ്പോഴോ? ഇപ്പൊ നല്ലതാ. അങ്ങോട്ട് പറയാടോ. അപ്പോഴത്തേക്ക് മറ്റു വിശാലങ്ങളൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല.
ഇത് പോളിയാണ്. ഞങ്ങൾ ഇത്ര ചിലവായി ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ കുറെ കഷ്ടങ്ങളുണ്ട്. ഗോളി അല്ലെങ്കിൽ മത്സരമായിട്ടുള്ള സാധാരണ ഇത് ഇപ്പോൾ കുറച്ചൊരു പരിഷ്കാരം ഭാഗമായിരിക്കണം. അപ്പോൾ നമ്മളിങ്ങനെ സാധാരണ വരുമ്പോൾ വീട്ടിൽ വാങ്ങിച്ചെടുക്കും തോന്നുന്നുണ്ട്. അതാണ് എൻ്റെ ഒരു പ്രത്യേകത. നമുക്കറിയാമല്ലോ, ഒരു കുരുന്നുകൾ ആദ്യ അക്ഷരം കുറിക്കാൻ പോകുന്ന സമയത്ത് വെറ്റില കൊണ്ടുപോയേ പറ്റുള്ളൂ. അതുപോലെ നമ്മൾ വീടായിക്കോട്ടെ അല്ലെങ്കിൽ എവിടെ പോയാലും ഒരു ഗുരുവിന് ഒരു ദക്ഷിണ കൊടുക്കണമെങ്കിൽ നമുക്ക് വെറ്റില വേണം. അപ്പൊ ഈ ഒരു മഹാലക്ഷ്മിയെ നമ്മളെ മഹാലക്ഷ്മിയായിട്ട് തന്നെ കാണണം. ഒരു വ്യാപാരിയായിട്ട് ഞാൻ ഇതിനെ കാണുന്നു പറഞ്ഞാല് ഈ സാധനം നിലത്ത് കിടന്ന ഊട്ടത്തോ എടുക്കത്തോ ഒന്നുമില്ല, എടുത്ത് നമ്മൾ മാറ്റിയെടുത്തേ ഉള്ളൂ. അത്ര സത്യമുള്ള സാധനമാണ് ഈ വെറ്റില എന്ന് പറഞ്ഞാൽ. മഹാലക്ഷ്മി എന്ന് പറഞ്ഞാൽ മഹാലക്ഷ്മിയാണ്. അപ്പം അതുപോലെ സ്നേഹിച്ചാൽ മാത്രമേ നമുക്ക് ഇതുകൊണ്ട് ഗുണമുണ്ടാവൂ. അങ്ങനെ കണ്ടാണ് ഞാൻ 27 വർഷമായിട്ട് ഞാൻ ഇതുമായിട്ടാണ് പോകുന്നത്. അതിന്റെ കൃഷി ഇപ്പോൾ കുറഞ്ഞു വരിക. പിന്നെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ഗൾഫുകാരും അവരും ഇവരും എല്ലാം വന്ന് ഈ കച്ചവടത്തിൽ ഈ കൃഷിയിലോട്ട് ഇറങ്ങി. അപ്പോൾ ഒട്ടും വിലയില്ലാതാവും. കൂടുതൽ പേര് ഇങ്ങോട്ട് കടന്നു വരുന്നുണ്ട്. കടന്നു വരും. അപ്പോൾ അതിനൊക്കെയുള്ള ചെലവ് ഇതിനകത്ത് വരുന്നത്. അതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ മെയിൻ. ചേട്ടൻ്റെ പേരെന്താ? എവിടെയാ വരുന്നത്? ആലപ്പുഴ. എത്ര കൊണ്ട് കച്ചവടം ചെയ്യുന്നുണ്ട്? 40 വർഷം ഉണ്ട് അല്ലേ? പഴയ ആളല്ലേ? അപ്പോൾ പിന്നെ എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? എങ്ങനെ? കച്ചവടമൊക്കെ മോശം, ചിലവ് വളരെ കുറവാണ്. ഇത്രയും വർഷങ്ങൾ കൊണ്ടുള്ള ഒരു അനുഭവങ്ങളൊക്കെ പറയുകയാണെങ്കിൽ പണ്ടൊക്കെ 1000 കെട്ട് വിൽക്കുന്നവർക്ക് ഇപ്പം 100-150 കെട്ടൊക്കെ കച്ചവടമാണ്. അപ്പോൾ പിന്നെ ഇപ്പോൾ എങ്ങനെ ലാഭകരമാണോ? പഴയതുപോലുള്ള ലാഭമൊന്നുമില്ല. പിന്നെ ഉപജീവന മാർഗ്ഗം ആയതുകൊണ്ട് ഇങ്ങനെ വന്നു പോകുന്നു. ആലപ്പുഴ എവിടാ? ആലപ്പുഴ മാർക്കറ്റിൽ 40 വർഷം കൊണ്ട് വരുന്നുണ്ടല്ലേ? ഓക്കെ. അന്നത്തെ ഇപ്പോഴത്തെ ചന്തയും ഇപ്പോഴത്തെ ചന്തയും തമ്മിലുള്ള ഒരു വ്യത്യാസം ഒരുപാട് കാണും അല്ലേ? ഒത്തിരി ഉണ്ട്. അന്ന് ഇത്രയൊന്നും അല്ല. വെറ്റയൊക്കെ ഇഷ്ടംപോലെ വെറ്റ ഉണ്ടായിരുന്നു. തമിഴ്നാട്ടിലേക്ക് തന്നെ ലോഡ് കണക്കിനാണ് കയറി പോകുന്നത്. ഉപജീവനം, മാനസിക സംതൃപ്തി, മാനസിക സന്തോഷം ഇതുകൊണ്ട് ഇതുകൊണ്ടെന്ന് പറയുന്നത് വെറ്റപ്പിടിക്കാൻ കയറി കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും ജീവിതത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടുകളെല്ലാം മറന്നുപോകും. അപ്പോൾ ആ ഒരു ഇതുകൊണ്ടാണ് ഇതിനെ ഓടിച്ചോടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുപോലെ നീറ്റെന്ന് പറഞ്ഞ സാധനം കിട്ടാനില്ല. ഇപ്പം കിട്ടാനില്ല. ഇപ്പം കുറച്ച് ഇറങ്ങി തുടങ്ങി. അതേപോലെ ഇറക്കില്ലായിരുന്നു. കാരണം ഈ വനം വകുപ്പുകാർ ഇത് വെട്ടാനും ഒന്നും സമ്മതിക്കത്തില്ലായിരുന്നു. അങ്ങനെയൊക്കെ ആയിട്ട് വലിയ ഒരുപാട് ബുദ്ധിമുട്ടുകളാണ്. അപ്പോൾ പിന്നെ അതൊക്കെ കുറേയൊക്കെ ചേഞ്ച് ആക്കി തുടങ്ങി. അപ്പോൾ അതിന് ആൾക്കാർ ഉപയോഗിക്കുന്ന കയറാണ് ഇതിന് ഉപയോഗിച്ച് തുടങ്ങി. അപ്പോൾ കയറിൽ ഇത് വളർത്തുന്നു. പക്ഷേ ഇത് വളർത്തും, മേപ്പെടും വളർത്തും. പക്ഷേ അത് അത്ര സക്സസ് അല്ല. സക്സസ് അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ഇത് ഇറക്കി കഴിയുമ്പോൾ അത് പൊട്ടിപ്പോകും, വീണ്ടും മാറും. അപ്പോൾ നമുക്ക് ഇരട്ടി ബുദ്ധിമുട്ടാണ്. ഈറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തുടർച്ചയായിട്ട് 1-2 പ്രാവശ്യം ഉപയോഗിക്കും. മനസ്സിലായി? എൻ്റെ വില കൂടുതലും അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ഇത് തന്നെ. കർഷകയാണല്ലേ? അല്ല, വെറ്റ കൊണ്ട് വന്നല്ലേ? കർഷകയാണ്. ഓക്കെ. എത്ര വർഷമായിട്ട് ചെയ്യുന്നുണ്ട് കൃഷി? 10-25 വർഷം കൊണ്ട് 10-25 വർഷം. അപ്പോൾ സ്വയം ചെയ്യുന്നോണ്ട് ഞങ്ങൾക്ക് ഒരുപാട് നഷ്ടമില്ല. പണിക്കാരെ നിർത്തി പോയാൽ അത് നഷ്ടമാണ്. അപ്പോൾ ഇപ്പോൾ ആരൊക്കെ ചെയ്യുന്നത്? ഞാനും എൻ്റെ ഭർത്താവും കൂടാണ് ചെയ്യുന്നത്. അപ്പോൾ മൊത്തം കാര്യങ്ങൾ നിങ്ങൾ രണ്ടുകൂടാണ് ചെയ്യുന്നത്? വേറെ ആരും ജോലി ചെയ്യുന്നില്ല? ഓക്കെ. അങ്ങനെ ജോലിക്കാരെ നിർത്തിയത് നഷ്ടമായിട്ട് വരുമോ? നമുക്ക് ഒന്നും കൊടുക്കാൻ കാണത്തില്ല. നമുക്കൊന്നും കാണത്തില്ല. ഒത്തിരിയൊക്കെ അവനവൻ കഷ്ടപ്പെടുമ്പോൾ ഒത്തിരിയൊക്കെ നമുക്ക് ജീവിച്ചു പോകും. അപ്പോൾ നല്ല കഷ്ടപ്പാടായിരിക്കും അല്ലേ? പിന്നല്ലാതെ ഇത് തോന്നുമ്പോൾ ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നതാണ്. ഇത് എടുത്തോണ്ട് വരാൻ ഇച്ചിരി ബുദ്ധിമുട്ടും പ്രയാസമാണ്. 2 ദിവസത്തെ പരിപാടിയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കർഷകരെ കണ്ടത് സന്തോഷമുണ്ട്. ഒരു 100 കെട്ട് വെറ്റ എടുക്കണ 4 പേരുടെ പണിയാണ് 2 ദിവസം. ഒരു ദിവസം കൊണ്ട് ഇത്രയും വെറ്റ എടുത്തോണ്ട് വന്ന് അടിക്കും കെട്ടി തീരത്തില്ല. അതുപോലെ ഇത് ഉച്ചക്കൊന്നും എടുക്കാൻ പറ്റത്തില്ല. രാവിലെ ഒരു 7 മണി 6 മണി 5 മണിക്ക് ഇറങ്ങിയാൽ ഒരു 8-8:30 വരെ എടുക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ പറ്റത്തില്ല. പിന്നെ 5 മണി കഴിഞ്ഞിട്ട് എടുക്കാൻ പറ്റും. 2 ദിവസത്തെ പണിയാണ് 100 കെട്ട് വെറ്റ 4 പേരുടെ. പല ഭാഗത്തു നിന്നും വരുന്ന വെറ്റ കൃഷിക്കാരാണ്. അവർക്കൊരു കമ്പോളത്തിലൊരു ടൈം പറഞ്ഞിട്ടുണ്ട്. ആ കറക്റ്റ് ടൈം 6 മണിക്കാണ് പറക്കോട് മാർക്കറ്റ് ഉള്ളത്. ആ മാർക്കറ്റിൽ നിന്ന് കൂടുവാൻ വേണ്ടിയും വെറ്റ വിൽക്കുവാൻ വേണ്ടിയും മാത്രമാണ് നമ്മൾ ഈ 6 മണിക്ക് ഫിഷ് അടിക്കുന്നത്. അപ്പോൾ എല്ലാ ദിവസവും ബുധനാഴ്ചയും ഞായറാഴ്ചയും 6 മണിക്കാണ് ഫിഷ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് വ്യാപാരങ്ങൾ നടക്കുന്നതും. കച്ചവടക്കാർ വന്ന് വ്യാപാരം വന്ന് വില പറഞ്ഞ് സാധനം എടുത്തുകൊണ്ട് പോകുന്നതും അങ്ങനെയാണ്.
ലോകത്തെ എല്ലാ സംസ്കാരവും ആരംഭിച്ചത് കൃഷിയിൽ നിന്നായിരുന്നു. മണ്ണിൻ്റെ മനസ്സറിഞ്ഞ് പ്രകൃതിയുടെ താളമറിഞ്ഞ് കൃഷിക്കാരൻ വിത്തെറിഞ്ഞപ്പോൾ മണ്ണിൽ കനകം വിളഞ്ഞു. പിന്നെ അതിലൂടെ ജീവൻ്റെ അതിജീവനത്തിൻ്റെ പാതകൾ തുറക്കപ്പെട്ടു. നിങ്ങൾ ഈ പ്രകൃതിയുടെ ഭാഗമാണെങ്കിൽ ഒരിക്കലെങ്കിലും ഇവിടേക്കൊന്ന് വരിക. ഈ മരതകപ്പച്ചയുടെ കാന്തിയിൽ അല്പനേരമൊന്ന് ഇരിക്കുക. ഈ തിരക്കിലൊന്ന് അലിയുക. ഒരുപക്ഷേ ജീവിതത്തിലെ സുന്ദരമായ മുഹൂർത്തങ്ങളായത് മാറിയേക്കാം.